KSRTC ബസ് വാങ്ങിയതിൽ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഗണേഷ് കുമാർ അടിച്ചു മാറ്റിയത്ര. എന്തുവാടേ ഇത്? ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നതല്ലേ? KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്ന സമയത്ത് തന്നെയാണ്, കൃത്യമായ സമയത്ത് തന്നെ മാതൃഭൂമി പുറത്തുവിട്ട ഒരു വാർത്തയാണ്. ഒരേ ബസ്, അതായത് ഈ രണ്ട് പേനകളും, തൽക്കാലം നിങ്ങളിത് പേനയായിട്ട് കരുതുക, ഈ രണ്ട് പേനകളും ഒരേ കമ്പനിയുടെ, പക്ഷെ ഈ രണ്ട് പേന വാങ്ങിയിരിക്കുന്നത് രണ്ട് വിലക്ക്. ഒരേ വിലക്ക് കൊടുക്കേണ്ടത് രണ്ട് വിലക്ക് കൊടുത്തു എന്ന രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഉദാഹരണമൊക്കെ ഇട്ട് ജനങ്ങളൊക്കെ പറ്റിച്ചുകൊണ്ട് ആ ഒരു ക്യാപ്സിൽ ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും BJPക്കാരും അങ്ങ് ഏറ്റെടുത്തതും നമ്മൾ കണ്ടു. ഒരേ ബസ്, ഞാൻ വിചാരിച്ചു ഒരേ ബസ് രണ്ട് വിലക്ക് കോടികൾ നഷ്ടമാണെന്നാ പറഞ്ഞ്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് അറിയണ്ടേ? അതിനു മുന്നേ ആ വാർത്ത മറന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ആ വാർത്തയൊന്ന് വെക്കാം. KSRTC ബസ്സുകൾ വാങ്ങിയതിൽ കോടികളുടെ വമ്പൻ തട്ടിപ്പ്. ഒരേ ദിവസം ഒരേ മോഡൽ ബസ്സുകൾ KSRTC വാങ്ങിയത് പല വിലയ്ക്ക്. കോടികളുടെ അഴിമതി തുറന്നു കാട്ടുന്ന പർച്ചേസ് വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. രണ്ട് പേന, ഒരേ കമ്പനി, ഒരേ നിറം, ഒരേ വില, 5 രൂപ. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ഈ 5 രൂപയുടെ പേന 8 രൂപയ്ക്ക് വാങ്ങും? വാങ്ങില്ലല്ലോ. പക്ഷെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അങ്ങനെ കുറച്ച് KSRTC ബസ്സുകൾ വാങ്ങി വലിയ വിലയ്ക്ക്. KL 15A 2977 കാട്ടാക്കടയിൽ നിന്നും സുൽത്താൻ ബത്തേരി ഓടുന്ന സൂപ്പർ ഫാസ്റ്റ് വണ്ടി വാങ്ങിയത് 2025 നവംബർ 20-ന്. ഈ ശ്രേണിയിലുള്ള ബസ്സുകൾ വാങ്ങിയതിലാണ് വൻ ക്രമക്കേട്. നവംബർ 21-ന് 29,82,15 രൂപയ്ക്ക് 8 ബസ്സുകൾ വാങ്ങി. അന്ന് തന്നെ ഈ മോഡലിലെ 5 ബസ്സുകൾ 2,07,422 രൂപ വില കുറവിലും വാങ്ങിയിട്ടുണ്ട്. ഉയർന്ന വിലയ്ക്ക് ബസ് വാങ്ങിയതിലൂടെ 16 ലക്ഷത്തിന്റെ ക്രമക്കേടാണ് നടന്നത്. മോഡൽ ഒന്ന്, ഡീലർ ഒന്ന്, രണ്ട് വില. കണക്കിലെ കള്ളക്കളികൾ പിന്നെയുമുണ്ട്. 2025 നവംബറിലും ഡിസംബറിലും ഇതേ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. 8 ബസ്സുകൾ വില കുറച്ചു വാങ്ങി. 16 ബസ്സുകൾ 2-3 ലക്ഷം രൂപ അധികം നൽകിയാണ് വാങ്ങിയത്. ഡിസംബർ 13-ന് ഒരേ മോഡൽ ബസ്സുകൾ 27 ലക്ഷത്തിനും 30 ലക്ഷത്തിനും വാങ്ങിയിട്ടുണ്ട്. ടാറ്റയുടെ 181 ബസ്സുകളിലെ കണക്കിലാണ് പൊരുത്തക്കേടുകൾ. 2026 ഫെബ്രുവരി വരെ നടത്തിയ പർച്ചേസിൽ ഇത്തരം ക്രമക്കേടുകൾ നിരന്തരം പ്രകടമാണ്. KSRTC ബസ്സുകളുടെ പർച്ചേസിൽ വമ്പൻ അഴിമതി ഉണ്ടെന്ന പരാതികൾ മുമ്പും ഉയർന്നിട്ടുണ്ട്. പക്ഷെ അന്വേഷണം ഒന്നും നടന്നിട്ടില്ല. ഓക്കെ, അങ്ങനെ കോടിക്കണക്കിന് രൂപ ആര് കട്ട്? KSRTCയിലുള്ള ആളുകൾ കട്ട്. ആർക്കാ വേണ്ടി ചീത്തപ്പേര് വരിക? അന്നത്തെ ഗതാഗത മന്ത്രിയായിരുന്നുള്ള ഗണേഷ് കുമാറിന്. ഇന്നും ഈ ക്യാപ്സുകളും മിണുങ്ങി നടക്കുന്ന ആളുകൾ ഈ സത്യാവസ്ഥ മനസ്സിലാക്കില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ ഈ വോക്സ് വാഗൺ കാർ ഉണ്ടല്ലോ, ഈ കാറ് ഫുൾ ഓപ്ഷനും കിട്ടും, അതേപോലെ തന്നെ സെമിയും കിട്ടും. രണ്ടിനും ഒരു വിലയാണോ? അല്ല. അത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഗണേഷ് കുമാർ സാർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേൾക്കാം. KSRTC ഒരിക്കൽ പോലും ഈ പറയുന്ന 29 ലക്ഷം, രണ്ട് തരം വണ്ടികളാണ് KSRTC പറ്റി പറയുന്നത്. ഈ വാർത്തയിൽ കാണിക്കുന്ന ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി അടിസ്ഥാനപരമായ വാർത്തയാണ്. ആ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറയുന്നത് KL 15A 7977 എന്ന വണ്ടിയാണ്. അത് എയർ സസ്പെൻഷനോട് കൂടിയ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ്. അതോടൊപ്പം അദ്ദേഹം വാർത്തയിൽ കാണിക്കുന്ന മറ്റൊരു വണ്ടി, ആ വണ്ടി അതേ ദിവസം വാങ്ങിയെന്ന് പറഞ്ഞ് കാണിക്കുന്ന വണ്ടിയാണ്. ആ വണ്ടിയുടെ വില എന്ന് പറയുന്നത് ഈ വാർത്തയിൽ പറയുന്നത് 29,82,000 രൂപയ്ക്ക് ചേച്ചസ് വാങ്ങിയെന്നാണ് പറയുന്നത്. പക്ഷേ തികച്ചും അത് വ്യാജമാണ്. ആ വണ്ടിയുടെ KSRTC കൊടുത്തിരിക്കുന്ന വില 21,64,000 രൂപയാണ്. അതായത് 6-7 ലക്ഷം രൂപയോളം, 8 ലക്ഷം രൂപയോളം ഈ ഒറ്റ വണ്ടിയിൽ ഈ വാർത്ത ചെയ്ത ലേഖകൻ കൂട്ടി കാണിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു രേഖയുണ്ട്, TV യിൽ കാണിക്കുന്നത്. അത് KSRTCയുടെ ഔദ്യോഗിക രേഖയല്ല. ഈ രേഖയാണ് അദ്ദേഹം അത് കാണിക്കുന്നത്. ഇത് ഔദ്യോഗിക രേഖയല്ല. ഈ രേഖയിൽ പറയുന്നത് തെറ്റാണ്. യഥാർത്ഥ കണക്കനുസരിച്ച് ഈ വണ്ടി വാങ്ങിയിരിക്കുന്നത് 21 രൂപയ്ക്കാണ്. ഈ എയർ സസ്പെൻഷനുള്ള വണ്ടി വാങ്ങിച്ചിരിക്കുന്നത്. അടുത്തത് KL 15A 2915 ഒരു ബസ്സാണ് കാണിക്കുന്നത്. ആ ബസ് സ്പ്രിംഗ് സസ്പെൻഷനുള്ള ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ്. അപ്പോൾ രണ്ട് തരം വണ്ടികളാണ്. സൂപ്പർ ഫാസ്റ്റ് വേണ്ടി വാങ്ങിയത് എയർ ബസ്സും, ഫാസ്റ്റ് പാസഞ്ചറിന് വേണ്ടി സ്പ്രിംഗ് സസ്പെൻഷനാണ് വാങ്ങിയത്. അതിന്റെ വിലയായി ഇദ്ദേഹം കാണിച്ചിരിക്കുന്നത് 27,75,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അതിന്റെ യഥാർത്ഥ വില, അതിനുവേണ്ടി KSRTC പേ ചെയ്ത പണം വെറും 20,62,000 രൂപയാണ്. അതിൽ തന്നെ അദ്ദേഹം ഏതാണ്ട് 7 ലക്ഷം രൂപയോളം കൂട്ടി കാണിക്കുകയും അതിലൂടെ KSRTCക്ക് 4 കോടി കൂടി വരെ നഷ്ടമുണ്ടായി എന്നാണ് ഈ വാർത്തയിൽ രേഖ പ്രചരിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത് ചില സോഷ്യൽ മീഡിയകൾ ഏറ്റെടുത്തുകൊണ്ട് എന്നെ വ്യക്തിപരമായി കരിവാരി തേക്കാൻ, ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടിയ കരിവാരി തേക്കാനും അഴിമതി നടത്തിയെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം വൻതോതിൽ നടത്തുകയും അതിന്റെ പേരിൽ എനിക്കെന്തോ കാർ കിട്ടിയെന്നൊക്കെ അതിനെക്കുറിച്ച് വിശദമായി പറയാം. വിവരാവകാശ പ്രകാരം എടുക്കുന്ന ആ ഒരു ലിസ്റ്റിൽ ഏത് പേപ്പറാണ് ഉണ്ടാവുക? കമ്പ്യൂട്ടർ പ്രിന്റ് ആണോ ഉണ്ടാവുക? അല്ലെങ്കിൽ ഡോക്യുമെന്റ് ഫയലായിട്ട് മെമ്മറി കാർഡിൽ അങ്ങനെയാണോ കൊടുക്കുന്നത്? അന്ന് അവർ ആ വാർത്ത കാണിച്ച സമയത്ത് തന്നെ ഞാൻ സേവ് ചെയ്ത് വെച്ചു. എനിക്ക് കുറച്ച് കോൺഗ്രസ് അടിമകൾ എനിക്ക് അത് അയച്ചു തന്നു, കുറച്ച് ലീഗ് അടിമകൾ എനിക്ക് അത് അയച്ചു തന്നു. ഞാൻ ഉടനെ തന്നെ ഇത് ChatGPTയിൽ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഇത് ഏറ്റവും വലിയ കോമഡി. വാഹനങ്ങൾ വാങ്ങിയ ദിവസം, നമുക്ക് ഡെലിവറി ചെയ്ത ദിവസം ഉണ്ടല്ലോ, അതിനുശേഷം ഓർഡർ ചെയ്തു എന്നാണ് ആ പേപ്പറിലുള്ളത്. അപ്പൊ തന്നെ കള്ളക്കളി പൊളിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഓർഡർ കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഡെലിവറി നടക്കുക? ആ പേപ്പറിൽ തന്നെ അതിനുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റാസ് ഉണ്ടായിരുന്നു. ജെമിനി ചേച്ചി അപ്പൊ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കാണിക്കുന്ന വാഹനങ്ങൾ ഒരേ കമ്പനിയുടേത് തന്നെ ആകാം, പക്ഷെ പല ഓപ്ഷനുകളും ഇല്ലാതെ ഇരിക്കുമ്പോൾ വാഹനത്തിന്റെ ഓപ്ഷൻസുകളാണ്, അതില്ലെങ്കിൽ വില കുറയാനും കൂടാനും സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടിയും പറഞ്ഞു, ഈ വാഹനങ്ങൾ വാങ്ങുന്ന സമയത്ത് അത് 28% GST. എന്നാൽ അത് കഴിഞ്ഞ അടുത്ത ഡേറ്റിൽ 18% അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാറ്റങ്ങൾ വരാമെന്നുള്ളത് സംശയമുണ്ടെങ്കിൽ അതും ഗണേഷ് കുമാർ സാറ് പറയുന്നുണ്ട്. അതിന്റെ കൂടെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ചാനലിന്റെ പേര് ആർട്ട് കഫേ എന്നായിരുന്നു. അത് പൗരൻ എന്നാക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നി. കാരണം നമ്മൾ പച്ചക്ക് സത്യം വിളിച്ച് പറയുന്നത് കൊണ്ട് ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്, നമ്മൾ ആർട്ട് ഓഫ് പൊളിറ്റിക്സ് ആണ് പറയുന്നത്. അപ്പോ അവിടെ പൗരൻ എന്ന പേരിനല്ലേ പ്രാധാന്യം?
ഞാൻ നിഷ്പക്ഷമായി എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. ഇത് അദ്ദേഹം ടി വിയിൽ കാണിച്ച സ്ക്രീൻഷോട്ടിന്റെ ഇതാണ്. ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് 27 ലക്ഷം രൂപയ്ക്ക് ഇതെല്ലാം വ്യാജമാണ്. എഴുതി കാണിച്ചിരിക്കുന്ന ഈ കണക്കുകളല്ല. 27 ലക്ഷം രൂപ, 20,74,000 രൂപ, 593 രൂപ, 14 എണ്ണം ബസ്സുകളുടെ എണ്ണം. അതുപോലെ 27,98,000 രൂപയ്ക്ക് 30 ബസ്, 29 ലക്ഷം രൂപ, 30 ലക്ഷം രൂപയ്ക്കൊന്നും KSRTC വണ്ടി വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ഫിഗറില്ല. KSRTC അങ്ങനെ ഫിഗറില്ല, അങ്ങനെ കൊടുത്തിട്ടുമില്ല. അത് എല്ലാവരും അത് വ്യക്തമായി മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ അത് കൃത്യമായി വാങ്ങിയിരിക്കുന്ന വില എന്ന് പറയുന്നത് KSRTC അതിനുശേഷം വാങ്ങിയ വണ്ടി 60 വണ്ടി ആദ്യമാണ്. അപ്പോൾ GST 28%. അപ്പോൾ നമ്മൾ സ്വകാര്യ വ്യക്തികൾ കാർ വാങ്ങി മാറിയാൽ 28%മാണ് കേന്ദ്ര GST. ആ GSTയിൽ പെട്ടെന്ന് കേന്ദ്ര ഗവൺമെന്റ് അടുത്ത മാസങ്ങളിൽ ഒരു കുറവ് വരുത്തി അത് 28% എന്നുള്ള 18% അതിൻ്റെതായ ലാഭമുണ്ട്. അപ്പോൾ ആ GST ഇനത്തിൽ 28% GST വരുന്ന സമയത്ത് 23,47,000 രൂപയ്ക്കാണ് വണ്ടി വാങ്ങിയത്. ഈ സൂപ്പർ ഫാസ്റ്റ് ബസ് വാങ്ങിയത് 18% GST പറഞ്ഞപ്പോൾ അതേ വണ്ടിക്ക് 21,64,000 രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ പറ്റും. ഒരേ വണ്ടിയാണ്. പക്ഷേ എന്ത് പറ്റി? ആദ്യം 60 വണ്ടി വാങ്ങിച്ചു, സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് 60 വണ്ടി വാങ്ങിച്ചതുകൊണ്ട് രണ്ടാം ഘട്ടം വാങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ കോൾ അടിച്ചു. അതിലൂടെ മാത്രം KSRTC ഇദ്ദേഹം 4 കോടി നഷ്ടം എന്ന് പറയുന്നത് 3,20,000 രൂപ ലാഭം ഉണ്ടായി. ഈ രണ്ട് ഘട്ടമായി വാങ്ങിച്ചപ്പോൾ 28% നിന്ന് 18% വാങ്ങുമ്പോൾ ആ വ്യത്യാസത്തിൽ തന്നെ KSRTC 3 കോടി രൂപ ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്, നഷ്ടമല്ല, ലാഭമാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് വളരെ വ്യാജ വാർത്ത ചമയ്ക്കുകയും ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി എടുക്കുകയും ചെയ്തു. അതിനിടയിൽ ഏതോ കാറ് കിട്ടി എന്നൊരു കഥയും കൂടി കുത്തി കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. മാധ്യമങ്ങളുടെ ഒക്കെ ഒരു അവസ്ഥ. അല്ലെങ്കിലും എന്തെങ്കിലും കിട്ടുമ്പോൾ തന്നെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ ചാടിക്കളിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന പണിയാണ്. എന്തായാലും തെറ്റ് പറ്റിയാ തിരുത്തണമല്ലോ. ഒരു തെറ്റ് പറ്റിയെന്നൊക്കെ പറഞ്ഞേക്ക്. എനിക്കും തെറ്റൊക്കെ പറ്റാറുണ്ട്, നമ്മളത് തിരുത്താറുണ്ട് എന്നുള്ളതാണ്. പിന്നെ കുറെ മണകുണാഞ്ചന്മാർ വന്നിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട്, എന്നെ കമ്മിയാക്കുന്നുണ്ട്, എന്നെ കൊങ്ങിയാക്കുന്നുണ്ട്, എന്നെ സംഖ്യയാക്കുന്നുണ്ട്. സത്യമായി വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്ക് പല പേരും വിളിക്കാൻ പറ്റും. പക്ഷെ ഒരു പൗരനെ നിങ്ങൾക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ഈ ജനാധിപത്യ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്, നമുക്ക് എല്ലാവർക്കും മൗലിക അവകാശങ്ങളുണ്ട്, ഉച്ചത്തിൽ ഉറക്കെ വിളിച്ചു പറയാനുള്ള റൈറ്റുമുണ്ട്. അപ്പൊ ഒരു പൗരനത് പറ്റും. ബാക്കി കേൾക്കാം. ഞാനതൊരു ഉദാഹരണം പറയാം. ഇതിനകത്ത് 3,06,967 രൂപ 80 പൈസ KSRTC ഈ രണ്ട് പർച്ചേസിനിടയിൽ ലാഭമുണ്ട്. ഇദ്ദേഹം ഈ പറയുന്ന വിലയ്ക്ക് KSRTC വണ്ടി വാങ്ങിയിട്ടില്ല. 29 ലക്ഷത്തേക്ക് വണ്ടി വാങ്ങിച്ചിട്ടില്ല. അത് തെറ്റാണ്. KSRTC 28% ഉള്ള സമയത്തും KSRTC വണ്ടി വാങ്ങിച്ചിരിക്കുന്നത് 23,47,458 രൂപയ്ക്കാണ്. അത് സൂപ്പർ ഫാസ്റ്റ് ബസ്, എയർ സസ്പെൻഷനുള്ള വണ്ടി. മറ്റേ വണ്ടി സ്പ്രിംഗ് വണ്ടി വാങ്ങിച്ചിരിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് 27,74,593 രൂപയ്ക്ക് വാങ്ങിയതാണ്. തെറ്റായ വാർത്തയാണ്. അന്ന് 22,30,000 രൂപയ്ക്കാണ് വണ്ടി വാങ്ങിയത്. ഈ വണ്ടി 18% GST കുറഞ്ഞപ്പോൾ ആദ്യത്തെ വണ്ടിക്ക് 21,64,063 രൂപ 36 പൈസയാണ് ബില്ല് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തത് ഓർഡിനറി ബസ്സിന് ഈ 18% കുറഞ്ഞപ്പോൾ 20,62,659 രൂപ 56 രൂപ 52 പൈസയാണ് വന്നിരിക്കുന്നത്. ഈ രണ്ടിന് വ്യത്യാസം എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റിന്റെ പുറത്ത് ഈ GST വ്യത്യാസത്തിൽ 1,83,395 പൈസയും ഓർഡിനറി സ്പ്രിംഗ് ബസ്സിൽ ഫാസ്റ്റ് പാസഞ്ചറിൽ 1,74,801 ഇതാണ് വ്യത്യാസം. ആ വ്യത്യാസത്തോടെ മാത്രം KSRTCക്ക് ആ പർച്ചേസിൽ 3,06,07,067 രൂപ 38 പൈസ 80 പൈസ ലാഭമുണ്ടായി. ഇത് തെറ്റായ വാർത്തയാണ്. ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ എന്താണ് എടുത്ത് കാണിക്കുന്നത്? അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്താ? 2 പേന, ഒന്ന് റിനോൾഡിന്റെ പേനയും ഒന്ന് പാർക്കറിന്റെ പേനയും. റിനോൾഡിന്റെ പേനയും പാർക്കറിന്റെ പേനയും വെച്ചാണ് ഉദാഹരണം. ഈ മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ പേന കൊടുക്കുന്നത് അസത്യത്തിനെതിരെ അഴിമതിക്കെതിരെ പോരാടാനുള്ള ആയുധമായിട്ടാണ്, അല്ല നാളെ കളിപ്പിക്കാനുള്ള ആയുധമായിട്ടല്ല. എന്റെ പോക്കറ്റിൽ 2 പേനയുണ്ട്. 2 പേനയും മഞ്ഞ കളറാണ്. ഇത് ഡോട്ട് പെണ്ണാണ്, ഇതിന് വില കുറവാണ്. ഇത് ഫൗണ്ടൻ പെണ്ണാണ്, ഇതിന് വില കൂടുതൽ. ഈ പേനകൾ തമ്മിൽ 10,000 രൂപ വ്യത്യാസം. ഈ മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതൽ. അന്ന് ആ ലേഖകൻ മനസ്സിലാക്കേണ്ടത് ഈ എയർ സബ്സ്റ്റിറ്റ്യൂഷനുള്ള ബസ്സും ഓർഡിനറി ബസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. പേന കാണിച്ചതുകൊണ്ട് ഞാൻ പേന കാണിക്കാം. 2 മഞ്ഞ പേനയാണ്, 2 വില വ്യത്യാസമുണ്ട്. ഇതിന് ഇതുമായിട്ട് 10,000 രൂപ വ്യത്യാസമുണ്ട്. മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലും ഡോട്ട് പെന്നിനും വില കുറവാണ്. അപ്പോൾ റിനോൾഡിന്റെ പേനയും പാർക്കർ പേനയും കൂടെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി അത് നല്ലതല്ല എന്ന് ബോധ്യപ്പെടുന്നതിന് വളരെ വ്യക്തമായി കാണിക്കുന്നു. പേന എടുത്ത് കാണിച്ച ഉദാഹരണം പാവങ്ങളെ പറ്റിക്കാൻ വേണ്ടി, സാധാരണക്കാരായ പ്രേക്ഷകരെ കബളിപ്പിക്കാൻ വേണ്ടി ഒരു പേന എടുത്ത് പേന എടുത്തതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു. പേന 2 പേനയും വില വ്യത്യാസമാണ്. മഷി ഒഴിക്കുന്ന പേനയ്ക്ക് വില കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അതെ, അത്രേ പറയുന്നുള്ളൂ. ഈ വീഡിയോ എത്ര നേരം ഉണ്ടാവും എനിക്ക് ഉറപ്പൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ മാതൃഭൂമി ചിലപ്പോൾ നമുക്ക് കോപ്പറേറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കളി കളിച്ചിട്ടുണ്ട്, അതൊന്ന് ബ്ലറാക്കിയിട്ടുണ്ട്. ഇനി എങ്ങാനും അത് പോയി കഴിഞ്ഞാൽ ഒന്ന് ഓർത്താൽ മതി, അത് മാതൃഭൂമി കളിച്ച കളിയാണെന്നുള്ളത്. ഇപ്പൊ മനസ്സിലായില്ലേ? ഇവിടെ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ചൂണ്ടിക്കാണിക്കണം. നമ്മുടെ അവകാശമാണ് അത് എന്നുള്ളതാണ്. അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് നോക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ കോൺഗ്രസ്സുകാരനോ BJP-കാരനോ ആരും ആവട്ടെ, തെറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൊടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് കണ്ട റിയാക്ട് ചെയ്യും. സോഷ്യൽ മീഡിയ കണ്ട കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ചെയ്യും കേട്ടോ. നേരിട്ട് കാണുന്നതും റിയാക്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിന് കുറച്ച് പ്രാധാന്യം കൂടുതലാണ്. കാരണം പല ആളുകൾ ഇത് കണ്ടു പോയതായിരിക്കും, അവരത് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ വിശ്വാസങ്ങൾ തകരാതിരിക്കണമെങ്കിൽ അതിന്റെ സത്യാവസ്ഥ കൊണ്ടുവരണ്ടേ? ആ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരരുത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പൗരൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.